ജോണേട്ടാ, ജൈനമ്മ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വരുന്നു. പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ട രക്തക്കറ അതായത് ജൈനമ്മയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൈനമ്മയുടെ തിരോധാനം ഇന്നു മുതൽ കൊലപാതകം തന്നെയെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഈ ഒരു കേസിൻ്റെ ഗതി? അതുപോലെ തന്നെ മറ്റ് രണ്ട് സ്ത്രീകളെ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം സ്ത്രീകളെ കൂടി കാണാതായിട്ടുണ്ട്. അവരുടെയും കൊലപാതകങ്ങൾ തന്നെയാണെന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം. അതിലേറ്റവും ആദ്യത്തെ നിർണായകമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. ജൈനമ്മ കൊലപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും ഈ കേസിൻ്റെ മുന്നോട്ടുള്ളൊരു പോക്ക്? ഈ സെബാസ്റ്റ്യൻ 12 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. 12 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോഴും കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇയാൾ ഒന്നും വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല, അന്വേഷണത്തിനോട് അത്ര സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. ജൈനമ്മ 2024 ഡിസംബർ 23-നാണ് കാണാതാകുന്നത്. കാണാതാകുമ്പോൾ തന്നെ ഏറ്റുമാനൂർ സ്വദേശിയാണ്. ഭർത്താവ് പരാതി കൊടുക്കുന്നു. അപ്പോൾ കാണാതാകുന്നു എന്നുള്ള പരാതിയാണ്. ആ കാണാതാകുന്ന തിരോധാന കേസ് എന്നുള്ള രീതിയിലാണ് അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ രക്തക്കറ, ഈ സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു. ആ രക്തക്കറയും അതുപോലെ തന്നെ ഈ ജൈനമ്മയുടെ സഹോദരനുണ്ട് സാബി, അയാളുടെ രക്തസാമ്പിളും പരിശോധനയ്ക്ക് അയക്കുന്നു. ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നു തിരുവനന്തപുരത്ത്. അയച്ചപ്പോൾ ഇത് ജൈനമ്മയുടെ തന്നെയാണ് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ജൈനമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുതന്നെയാണ് മറ്റേ രണ്ടുപേരും ബിന്ദു പത്മനാഭനും ഐഷയും. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി ആകേണ്ടിയിരിക്കുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും. അതായത് ഈ ഒരു തിരോധാന പരമ്പരയിലെ ആദ്യത്തെ ഒരു ശാസ്ത്രീയ സ്ഥിരീകരണം. അതെ, ജൈനമ്മ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ളതിന്റെ ഒരു അതെ DNA പരിശോധനാ ഫലം ഇനി വരാനുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങളുടെ വീട്ടുപറമ്പിൽ നിന്ന് കിട്ടിയ കുഴിച്ചല്ലോ, അവിടെ കുഴിച്ചതിന് ശേഷം കിട്ടിയ അവശിഷ്ടങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോൾ കൃത്യമായി അറിയാൻ പറ്റും. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ശാസ്ത്രീയമായ ഒരു പരിശോധനാ രീതി, തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്ക് മാറി. കാരണം ഇയാളെ എടുത്തിട്ട് ഇടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഇയാൾക്ക് കുറേ 65-68 വയസ്സുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്, പ്രായമുള്ള ആളാണ്. കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി ശാസ്ത്രീയ പരിശോധനകളിലൂടെ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ കേസിലുള്ള ഒരു രീതി. അപ്പോൾ എങ്ങനെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടത്, എന്നാണ് കൊല്ലപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളും കൂടെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് സെബാസ്റ്റ്യനാണ് പറയേണ്ടത്. എന്തിനാണ് ഇയാൾ കൊന്നത്? ജൈനമ്മയെ കാണാതാവുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങളുണ്ടായിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ വിറ്റു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ടുണ്ട്. അതുപോലെ അവരുടെ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇയാളെ യഥാർത്ഥത്തിൽ കുടുക്കിയത്. ഈ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇയാൾ കുടുക്കിലായത്. മറ്റ് 2 കേസുകളിലും ഇയാൾക്കെതിരെ യഥാർത്ഥത്തിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ കാണാതാകുന്നു, ഇത് കൊന്നത്, ഇതിൻ്റെ പിന്നിൽ ഇവരുടെ ബിന്ദു പത്മനാഭൻ്റെ ഐഷയുടെയും അവർക്ക് സ്വത്തുക്കൾ, ഈ ബിന്ദു പത്മനാഭനാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള ആളാണ്. അത് നേരത്തെ മുതൽ തന്നെ സംശയ നിലയിലുള്ളത് സെബാസ്റ്റ്യനാണ്. ജൈനമ്മയുടെ പരാതി ഉയർന്നു കേൾക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് അപ്പോഴും ഇയാൾക്കെതിരെ ഒരു തെളിവ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒന്നും തന്നെ പോലീസിന്റെ മുന്നിൽ വരുന്നില്ല. കോടതിയിൽ നിർണായകമാകുന്ന തെളിവുകളൊന്നും അത് പറയുമ്പോഴും നമ്മൾ അതിനകത്ത് പറയുമ്പോൾ ഈ തെളിവുകൾ വരുന്നില്ല എന്ന് പറയുമ്പോഴും അത് ചില അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടെ സംശയ നിലയിലാക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇയാൾ ധാരാളം പണം ഇയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഇയാൾ ചെലുത്തിയിട്ടുണ്ടോ, അന്വേഷണത്തെ വേറെ തരത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ടോ, രക്ഷപ്പെട്ടു പോരുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അത് ഈ ബിന്ദു പത്മനാഭന്റെ പണമാണ്. ബിന്ദു പത്മനാഭൻ ഇയാൾ വസ്തു ബ്രോക്കറാണ്, വസ്തു കച്ചവടക്കാരനാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ത്രീകളൊക്കെ അടുത്തുകൂടിയത്. ഇയാൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇയാളുമായിട്ട് അടുത്തു കൂടുന്നത്. ബിന്ദു ആയാലും ഐഷ ആയാലും ഈ ജൈനമ്മയായാലും ഒക്കെ അടുത്തു കൂടുന്നത് അങ്ങനെയാണ് ഇവരെ പാട്ടിലാക്കി ഇയാൾ 2 ഏക്കറോളം വരുന്ന ഭൂമിയിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇയാൾ അവിടെ താമസവും ഇല്ല, വല്ലപ്പോഴുമാണ് ഇയാൾ അവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ അപ്പോൾ കുളങ്ങളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുളമുണ്ട്. അപ്പോൾ അവിടെ ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. കണ്ടെത്തിക്കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദുരൂഹമായ മരുപ്പറമ്പ് പോലെയുള്ള അല്ലേ, അപ്പോൾ മാംസം ഭക്ഷിക്കുന്ന പിരാന, ആഫ്രിക്കൻ മുഷിയൊക്കെ ഉള്ള ഒരു ദുരൂഹത. നമ്മൾ ഈ
മറ്റേ പത്തനംതിട്ടയിലെ ഒരു കേസ് പറഞ്ഞ പോലെ ഈ ഭഗവത് സിംഗിന്റെയും ഭാര്യയുടെയൊക്കെ ആ കേസുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള വേറൊരു തരത്തിലുള്ള കേസാണിത്. ഇയാൾ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ സ്വത്തുക്കൾ ഈ പറഞ്ഞ ബിന്ദു പത്മനാഭന്റെ ഒക്കെ വ്യാജരേഖ ചമച്ച് വിറ്റു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഒരു കേസിൽ മറ്റൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു, കൂട്ടുപ്രതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇയാൾ രക്ഷപ്പെട്ട് ഊരിപ്പോരുകയായിരുന്നു. പക്ഷെ ഈ കേസിൽ എന്തായാലും ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജയനമ്മയുടേതാണ് രക്തക്കറ. അപ്പം ജയനമ്മ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, എപ്പോഴാണ് ഇത് ചെയ്തത്, മറ്റുള്ളവരെയും എന്താണ് ഇയാൾ ചെയ്തിരിക്കുന്നത്, ബാക്കി രണ്ടുപേരുടെ, പിന്നെ ഇതിന് കൂടാതെ ഒരു സിന്ധുവിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരിക്കാം. ജയനമ്മയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും അതിൽ ആദ്യം ഈ ഐഷയുടെ ഈ പല്ല്, അതായത് ഒരു ക്ലിപ്പിട്ട പല്ല് കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിലും അടക്കം ഇനി ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ടല്ലേ, അത് ഐഷയുടേതാണോ എന്നൊക്കെ? അതെ, അതിന്റെ പരിശോധനാ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം, DNA ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലം വന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു വ്യക്തത വരുള്ളൂ. അത് ഉടനെ DNA പരിശോധനാ ഫലം. ഇയാൾ തിരഞ്ഞെടുത്ത സ്ഥലവും ഏറെ പ്രധാനമാണ്. 2 ഏക്കർ ഉള്ള ആളൊഴിഞ്ഞ ഒരു പറമ്പ്, ദുരൂഹമായ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പറമ്പ്. പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ അയൽവാസികളൊക്കെ അറിയാതെ പോയതെന്ന് തോന്നുന്നു. 2 ഏക്കർ എന്ന് പറയുമ്പോൾ തന്നെ വിശാലമായ പറമ്പാണല്ലോ, കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം. മറ്റാളുകളുടെ ശ്രദ്ധ എത്തത്തില്ല. അപ്പം അത്രയും വിജനമായ ഏരിയ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇയാൾ ഈ ബാക്കിയുള്ള ഇനി DNA പരിശോധനാ ഫലം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബിന്ദു പത്മനാഭൻ ആണോ, ഐഷയാണോ, ഇനി ജയനമ്മയുടെ തന്നെ മൃതദേഹാവശിഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് ഏറ്റവും എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഏറ്റവും സേഫായിട്ട് ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ തെളിവ് നശിപ്പിക്കാനും ആ മൃതദേഹം കുഴിച്ചിടാനും ഒക്കെ പറ്റിയ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അയാൾക്ക് പുറത്തെങ്കിലും കൊണ്ടുപോകേണ്ടി വരുന്നില്ല. അയാളുടെ ആ വീട് തന്നെയാണ്, വീട്ടു പറമ്പ് തന്നെയാണ് എന്നുള്ളത് അയാൾക്ക് തോന്നിക്കാണും. പിന്നെ ഭാര്യയും ഈ അയാളുടെ കുഞ്ഞുമൊന്നും അവിടെ ഇല്ല, അവരുടെ വീട്ടിലാണ്. ഇയാളാണ് വല്ലപ്പോഴും ഇയാളും അവിടെ വല്ലപ്പോഴും ഭാര്യയുടെ വീട്ടിൽ പോകുന്നു. അതിന് ശേഷം ഇയാൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അതാണ് പ്രദേശവാസികളടക്കിയ ഒരു അപ്ഡേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അല്ലാത്ത ഞെട്ടല്ലായിരിക്കും. അതായത് നാട്ടിൽ വലിയ ചങ്ങാത്തം ഇല്ലാത്ത ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ പ്രദേശവാസികൾ ആരും പറഞ്ഞിട്ടില്ല. നാട്ടിലെ അമ്മാവൻ എന്തായാലും ചില്ലറക്കാരനല്ല എന്നുള്ള കാര്യം കൂടി അല്ലേ അവർക്കും ബോധ്യപ്പെടുകയാണ്. അതിൽ ഞെട്ടിക്കുന്ന ദുരൂഹമായ ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശരി.